Hi, this is Amna from Experts Queue of SheConnect. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഷീ ഈസ് എ ലൈഫ് കോച്ച്, TEDx സ്പീക്കർ, സൈക്കോളജിസ്റ്റ്, ഫൗണ്ടർ ഓഫ് സമത്വ, a restructuring hub in Calicut, and took masters in psychology, business administration, educational counseling, and whatnot, with many awards in her hands. Now it's time to welcome our guest, Mrs. Aswathi Dinil. Welcome, ma'am. Thank you for coming, joining us and making this morning so graceful. A warm welcome to Expert Q session of SheConnect. It's my pleasure. How are you, ma'am? I'm really good. Okay. ട്രൂലി സ്പീക്കിംഗ്, ഞാൻ മാമിൻ്റെ ഒരു വലിയ ഫാനാണ്. ഞാൻ മാമിൻ്റെ ടോക്സ് ഒക്കെ കേൾക്കാറുണ്ട്. എനിക്കതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാം കേൾവിക്കാരെ പിടിച്ചിരുത്താനുള്ളൊരു പവർ മാമിൻ്റെ വോയിസിനും മാമിൻ്റെ വാക്കുകൾക്കും ഉണ്ട്. കാരണം അത്രയും സ്ഫുടതയോടെ നിർത്തി ഭയങ്കര എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നല്ല ലാംഗ്വേജിൽ മാം വളരെ ക്ലീനായിട്ട് പറഞ്ഞു തന്നിട്ട് മാമിൻ്റെ ആശയങ്ങൾ അത് കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് അത് അവിടെ തന്നെ ഇരുത്തി അവരെ കൊണ്ട് ചിന്തിപ്പിക്കും. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളാണ് മാം എപ്പോഴും സംസാരിക്കാറ്. അപ്പോൾ ആസ് എ ലേഡീസ്, ആസ് എ മദർ, നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പല വീഡിയോസും ഞാൻ മുഴുവനായിട്ട് കാണില്ല, വേറെ ആൾക്കാർ. പക്ഷെ മാമിൻ്റെ വരുമ്പോൾ ഞാനത് 2x പോലും ഇടാതെ നല്ല വൃത്തിയിൽ കേൾക്കാൻ എനിക്ക് തോന്നാറുണ്ട്. ഐ ജസ്റ്റ് ലവ് യുവർ ടോക്ക്, മാം. ഓക്കെ, ഇന്ന് അശ്വതി മാം നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് എഫക്റ്റീവ് പാരൻറ്റിങ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ടാണ്. മാം ഒരു ലൈഫ് കോച്ചാണ്. എന്താണ് ഈ ലൈഫ് കോച്ചിങ്? നമ്മുടെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിലും ശരിക്കും ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് പല സമയത്തും നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് എന്താന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും ആക്ച്വലി അറിയില്ല. ആൻഡ് സംടൈംസ് നമുക്ക് സങ്കടം, ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറേ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിൽ വരണ ഒരു ഇമോഷനാണ്. അപ്പൊ ലൈഫ് കോച്ചിങ് ശരിക്കും നമ്മളൊരു പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസിന് വെക്കണം. എക്സസൈസ് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തിനു വെക്കണം, ഒരു പുഷ് ലൈഫിലേക്ക്. അതേപോലെ ലൈഫ് കോച്ച് നമുക്ക് ഭയങ്കര അത്യാവശ്യം, എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റ് വളരെ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് 3 കാര്യങ്ങളാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്, എംപവർ, ഇംപ്രൂവ്. നമ്മളെ മനസ്സിലാക്കുക, എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക, നമ്മളെ കുറച്ചുകൂടി നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ആക്കുക. സോ ഇറ്റ്സ് എ വെരി ഇഫക്റ്റീവ്, എന്താ പറയുക, ഒരു ഇഫക്റ്റീവ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് ടു ടേക്ക് യു ടു എക്സലൻസ്. നമ്മുടെ സമൂഹത്തിൽ ഇത്ര ഒരു കൺസെപ്റ്റ് അത്ര സാധാരണ അല്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തു? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കോർപ്പറേറ്റ് ബാങ്കിങ്ങിലാണ്. എൻ്റെ MBA കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ബാങ്കിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് വളരെ ചെറുതിൽ, എനിക്ക് തോന്നുന്നു ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ അടുത്ത് ഒരു ടീച്ചർ സ്കൂളിൽ വന്ന് ചോദിച്ചത്, വാട്ട് ഈസ് യുവർ സൂപ്പർ പവർ, വാട്ട് സൂപ്പർ പവർ ഡു യു വാണ്ട്? അന്നെ ഞാൻ പറഞ്ഞത്, ലൈക്ക് ഐ വാണ്ട് ദ പവർ ടു റീഡ് പീപ്പിൾസ് മൈൻഡ്സ് ആൻഡ് ഹെൽപ്പ് ദം. എന്തോ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ഹ്യൂമൻ ബിഹേവിയർ ആസ് സച്ച് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയ ഒരു ഏരിയ ആണ്. സോ ഞാൻ അതിനാണ് മാസ്റ്റേഴ്സ്, സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്ത് ഞാനിങ്ങനെ അങ്ങനത്തെ കുറേ ബ്രാഞ്ചസ്, ഗ്രാഫോളജി, കുറേ സാധനങ്ങൾ ചെയ്തു. So I realized that actually it's not about understanding human behavior, but it is helping people understand themselves. It's not ഞാൻ ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ അയാളെ സ്വന്തം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ലൈഫ് കോച്ചിങ്ങിലേക്ക് കയറി. ഞാൻ ഒരു ഇന്റർനാഷണലി അക്രഡിറ്റഡ് ലൈഫ് കോച്ചാണ്. ആൻഡ് ഐ തിങ്ക് ഭയങ്കര ഗ്രാറ്റിഫൈങ് ആണ് നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് യു ഹെൽപ്പ് മീ വിത്ത് മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനേലും വലിയൊരു കോംപ്ലിമെന്റ് ഐ ഡോണ്ട് തിങ്ക് ദർസ് എനിത്തിങ്. സോ it's a very satisfying area that I think that's why I've chosen it. Okay. സമത്വ, a personal restructuring hub. ഇങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? സമത്വം എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ ഈക്വൽ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ വി ആർ ഓൾ ബോൺ ഈക്വൽ. അതിൽ we are born with different heights, weights, brain, IQ, all that is fine, but base level we are all equal. So നമ്മളിവിടെ സമത്വയിൽ ചെയ്യണത്, നമ്മളടുത്ത് ഒരാൾ വരുമ്പോൾ ഇറ്റ്സ് ബിക്കോസ് ദേ ഫീൽ ദേ ആർ നോട്ട് ആസ് ഗുഡ് ആസ് സംബഡി എൽസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണത് ടു ടെൽ ദം ദാറ്റ് നോ, യു ആർ ആസ് സ്പെഷ്യൽ ആസ് എവറിബഡി എൽസ്. നമ്മളെല്ലാവരും ഈക്വൽ, വി ആർ ബോൺ ഈക്വൽ, യു ജസ്റ്റ് നീഡ് ടു വർക്ക് ഓൺ യുവർ സെൽഫ് ടു റീച്ച് ദർ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സമത്വ റീസ്ട്രക്ചറിങ് ഹബ് എന്നുള്ള ഒരു പേര് വന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം, ഈ ഒരു വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ്? എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇപ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ആണ്. ബിക്കോസ് ആസ് പേരൻസ് നമ്മളെല്ലാവരും വർക്കിംഗ് ആണ്, എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അക്കാഡമിക് എക്സലൻസ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ട്യൂഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വി സംടൈംസ് ഫൊർഗെറ്റ്
how mentally stable or happy our children are. Yes. നമുക്ക് ചിലപ്പോൾ നമുക്ക് അത്ര ടൈം കിട്ടിയെന്ന് വരില്ല. സോ ഒരിക്കലും ജോലി വിട്ടിട്ട് കുട്ടിയുടെ ഒരു ഇരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് വൺസ് യു ആർ ഫിനിഷ്ഡ് വിത്ത് യുവർ വർക്ക്, ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ആൻഡ് സിറ്റ് വിത്ത് യുവർ ചൈൽഡ്. ഗിവ് ദം ദാറ്റ് ആ 10 minutes കൊടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക. മോറോവർ കുട്ടികൾക്ക് എക്സസീവ് എന്താ പറയുക, they watch all kinds of media. They have an excessive exposure to media, social media. So the stress that they have is very different from how we grew up. ഒരു വളരെ നമ്മൾ വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് മെന്റൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിലെ വിഷാദം, ഡിപ്രഷൻ, മറ്റ് പല പ്രശ്നങ്ങളും, അതിലൊക്കെ മാതാപിതാക്കൾക്കുള്ള സാധ്യതകളും പരിമിതികളും ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് പേരന്റിങ് അല്ല. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കുട്ടിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ടൈപ്പ് സ്റ്റൈൽ ഓഫ് പേരന്റിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്പർ 1. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റണം. ബിക്കോസ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കൾ വന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കാനായിരിക്കും. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു കൺട്രോൾ ഇറ്റ് ആസ് എ പേരന്റ്. ബിക്കോസ് അത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർ വന്ന് സംസാരിക്കില്ല. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ബി ലൈക്ക് എ ഫ്രണ്ട് ടു യുവർ ചിൽഡ്രൻ. രണ്ടാമത്തെ കാര്യം, അവരുടെ ബിഹേവിയറിൽ ഡിഫറൻസസ് ഉണ്ട്, ആപ്പിറ്റൈറ്റ്, സ്ലീപ്പ്, ഇതൊക്കെ നമ്മൾ ആസ് എ പേരന്റ് എപ്പോഴും കുറച്ച് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും, ആ സ്കൂളിൽ വല്ലതും ആയിരിക്കും എന്നല്ല. Try to understand എന്താ പ്രശ്നം, is there a problem, do we need to do something. മൂന്നാമത്തെ കാര്യം, എല്ലാതും നമ്മൾ പേരൻസ് ആവുന്ന സൂപ്പർ പവർ ഉള്ള ആൾക്കാരൊന്നുമല്ല. അപ്പൊ എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. there is so much of help available. അപ്പൊ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ സീ എ സൈക്കോളജിസ്റ്റ്. ബിക്കോസ് ഇപ്പോഴും പേരൻസ് പല ആൾക്കാരും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, ആരോടും പറയരുത് കേട്ടോ മാം, ഞാൻ വന്നിട്ടുണ്ട്. നമ്മളൊരു പനി വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകാൻ പ്രശ്നമില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ഒരു മെന്റലി നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ why do we have to be very secretive about seeing a psychologist? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരിക്കലും ഹെൽപ്പ് എടുക്കാണ്ടിരിക്കരുത്. ആധുനിക ജീവിത രീതി, അണുകുടുംബം, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺസ്, ഈ വില്ലൻ മുഖങ്ങളൊക്കെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? സോ ഇതൊക്കെ വില്ലന്മാരാണ് എന്ന് ഞാൻ ഫുള്ളി അഗ്രി ചെയ്യില്ല. അതൊരു വേ ഓഫ് ലൈഫാണ്. ഇനിയിപ്പോൾ നമുക്ക് മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം മതി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ വേൾഡ് ഹാസ് ചേഞ്ച്, സോ വി നീഡ് ടു ചേഞ്ച് അക്കോർഡിംഗ്ലി. അപ്പോൾ ഞാൻ വില്ലൻ ഒരിക്കലും ഞാൻ വിളിക്കില്ല. പക്ഷേ നമ്മളുടെ ലൈഫ് സ്റ്റൈലും ലൈഫിലെ കാര്യങ്ങളും മാറുമ്പോൾ നമ്മളും കുറച്ച് നമ്മളുടെ ഹാബിറ്റ്സും ബിഹേവിയറും കുറച്ച് മാറ്റണം. ഒരു ന്യൂക്ലിയർ ഫാമിലി ആയാലും ഫൈൻഡ് ടൈം ഫോർ യുവർ ചിൽഡ്രൻ എന്ന് ഞാൻ പറയുള്ളൂ. ഫൈൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ, അത് വലിയ പാടില്ലാത്ത കാര്യമാണ്. ഫൈൻഡ് ഹാഫ് ആൻ അവർ ഫോർ യുവർ ചിൽഡ്രൻ വേർ അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ കാര്യങ്ങൾ പറയുന്നു, നമ്മളും ഫ്രീലി ഡിസ്കസ് ചെയ്യുന്നു. ഹൗ വാസ് യുവർ ഡേ? ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് ഒരു മോശം ഡേ ആണ് ഞാൻ പറയാൻ വെക്കുന്നത്, ഇത് നല്ല ഡേ ആണ്. സോ ദേ അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് തിങ്, ഈ മൊബൈലും ലാപ്പും ടാബും ഒന്നും അവരുടെ ലൈഫിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ഇൻക്രീസ്. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ യു നോ വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ അവരുടെ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ആസ് എ പേരൻറ്റ് അവർ എന്താ അതിൽ ചെയ്യണമെന്ന് കുറച്ച് അവയർനെസ് വുഡ് ഹെൽപ്പ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ചേഞ്ചിങ് എവറിത്തിങ് ആൻഡ് ഗോയിങ് ബാക്ക് ടു വാട്ട് ഇറ്റ് വാസ്, ബട്ട് ഇറ്റ് ഇസ് ചേഞ്ചിങ് യുവർ സെൽഫ് ടു സ്യൂട്ട് ദ ന്യൂ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ that will make a difference. എൻ്റെ ഒരു TEDx ടോക്കിൽ എംപതിയെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നാം സംസാരിച്ചു. നമ്മുടെ കുട്ടികൾക്ക് എംപതി പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ എംപതി എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്ക് ഓർ ആസ് അഡൽട്സ് നമുക്ക് ഏറ്റവും വേണ്ട സ്കില്ലാണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വെരി ഏർലി ചൈൽഡ്ഹുഡ്. വെൻ യുവർ ചൈൽഡ് ഇസ് ലൈക്ക് 1.5 or 2, നമ്മൾ പറയില്ലേ ടോയ്സ് ഷെയർ ചെയ്യണോ ആ കുട്ടിക്ക്. സോ ദാറ്റ്സ് ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ട്സ്. Throughout school, encourage your child to reach out to other children. Reach out to them, understand, എന്താ ഒരു പ്രശ്നം, ഒരു കുട്ടി വീണുണ്ടെങ്കിൽ go and ask them. നമ്മളെ വീട്ടിൽ എപ്പോഴും ആ കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യണം. നമ്മൾ എംപത്തി കുട്ടികളെ പഠിപ്പിക്കുക എങ്ങനെയാ വെച്ചാൽ നമ്മൾ എംപത്തറ്റിക് ആയിട്ട്. യു കനോട്ട് ടീച്ച് യുവർ ചിൽഡ്രൻ സംതിങ് ആൻഡ് ഡു സംതിങ് എൽസ്. ഇപ്പം നമ്മുടെ കുട്ടി ഒരു ദിവസം സങ്കടമായിട്ട് വന്നാൽ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആസ്കിങ് എന്ത് പറ്റി, ആർ യു ഓൾ റൈറ്റ്. സോ വെൻ ദേ സീ ദാറ്റ് ദെയർ പേരൻസ് ആർ എംപത്തറ്റിക്, ദാറ്റ്സ് ഹൗ ദേ വിൽ ലേൺ. അതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. സോ what are the qualities that you want your children to have? Make sure you have it in you. എഫക്റ്റീവ് പാരന്റിങ് അല്ലെങ്കിൽ ബാലൻസ്ഡ് പാരന്റിങ്, അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുക? ഞാൻ ഒരിക്കലും അതിനൊരു മാജിക് ഗൈഡ് എന്നൊന്നും പറയില്ല. ബിക്കോസ് എനിക്ക് അതിനൊരു ഡെഫിനറ്റ് ആൻസർ ഒരിക്കലും തരാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓൺ പേരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു മാജിക് പിൽ ഇത് കഴിച്ചാൽ നിങ്ങളൊരു എഫക്റ്റീവ് പേരന്റ് ആയിരിക്കും എന്ന് ഞാൻ പറയില്ല. ബട്ട് വാട്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് 2 കാര്യങ്ങൾ. 1 is have time for your children.
നമ്മൾ എത്ര ബിസിയായ ഓൺട്രപ്രണർ ആയാലും നമ്മൾ വർക്ക് ആണെങ്കിലും നമ്മൾ ബേസിക്കലി ഇതൊക്കെ ചെയ്യണത് ഇസ് ഓൺ എ ലാർജ് എക്സ്റ്റെൻഡ് ഇസ് ഫോർ അവർ ചിൽഡ്രൻ. അവരുടെ ലൈഫ് സെക്യൂർ ആക്കാൻ. സോ അവരുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ടൈം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ യു ആർ ആക്ച്വലി നോട്ട് സെക്യൂറിങ് ദ ഫ്യൂച്ചർ. ദേ ആർ ഗോയിങ് ടു ഗ്രോ അപ്പ് ആസ് വെരി വെരി ഇമോഷണലി അൺബാലൻസ്ഡ് അഡൽട്സ്. സോ അത് ആസ് പേരൻസ് നമുക്ക് ആർക്കും അത് ഇഷ്ടമില്ല. ദാറ്റ്സ് വൺ. നമ്പർ 2 ഇസ് ബിലീവ് ഇൻ യുവർ ചിൽഡ്രൻ. അവർക്ക് ആവാം, നമ്മൾ അവരുടെ മേൽ ബിലീഫ് ഇട്ടാൽ ദേ വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ദെംസെൽവ്സ്. അവർക്ക് ഇഫ് ദേ വാണ്ട് ടു ടച്ച് ദ സ്കൈ ദേ ക്യാൻ. അപ്പൊ ആ ഒരു ബിലീഫ് നമ്മുടെ കുട്ടികളുടെ മേൽ നമ്മൾ കൊടുക്കുക ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദം. ദിസ് ഇസ് ഇറ്റ്. ഒരു നല്ല പാരന്റ് ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആൻസേഴ്സ് തന്നെ, പക്ഷെ ഞാനിത് സ്പെസിഫിക്കലി ബിക്കോസ് ഇറ്റ് ഇസ് SheConnect and we are more about women and women empowerment. It's a good trend that women are coming out because I think we need to see the world. നമ്മൾ കുറച്ചും കൂടി നമ്മളെ സ്വന്തം എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ലേണിങ്സ് നമ്മുടെ കുട്ടികൾക്ക് പാസ് ഓവർ ചെയ്യാൻ ഈസിയാണ്. സോ ഒരു നമ്മളെ എഫക്റ്റീവ് പേരൻ്റ് ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് നമ്മുടെ കുട്ടി വലുതാവുമ്പോൾ ആവേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണോ നമ്മൾ എംഫസൈസ് ചെയ്യണത്. എല്ലാ പേരൻറ്റും വേറെ വേറെ ക്വാളിറ്റീസ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ ഇൻറ്റഗ്രിറ്റി ആയിരിക്കും എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. വേറൊരാൾ ഓണസ്റ്റോ, എവറിബഡി ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പം എന്ത് വാല്യൂസ് ആണോ നമ്മൾ കുട്ടികളിൽ ബിൽഡപ്പ് ചെയ്യാൻ നോക്കണം, ആ വാല്യൂസ് ആദ്യം നമ്മളിൽ ബിൽഡപ്പ് ചെയ്യാം. ബി ദ പെർഫെക്റ്റ് റോൾ മോഡൽ ഫോർ യുവർ ചിൽഡ്രൻ ബിക്കോസ് ദേ ആർ ലുക്കിംഗ് അറ്റ് യു എവറി മിനിറ്റ്. അപ്പം അവരെന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിൽ ട്രൈ ടു സീ വെദർ നമ്മളത് ചെയ്യണം. മോസ്റ്റ്ലി നമ്മളത് ചെയ്യണം. So be the perfect role model for your children. That is the best tip for effective parenting. മിക്കവാറും ബിസിനസ്സുകാരുടെ ഭാര്യമാർ വീട്ടമ്മമാരാണ്. ഇപ്പോൾ വീട്ടമ്മമാർ മികച്ച ബിസിനസ് സംരംഭകരായിട്ട് വരുന്ന ഈ സമയത്ത് പാരന്റിങ് നമുക്ക് എങ്ങനെയൊക്കെ എഫക്റ്റീവ് ആക്കാം? ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് ദാറ്റ് വിമൻ ആർ കമ്മിങ് അപ്പ്. ഇറ്റ് ഇസ് സോ ഗുഡ് ബിക്കോസ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുട്ടികളെ റേസ് ചെയ്യണേന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് is a woman's, and when the woman of the family is empowered it's huge. അപ്പോൾ ഒരിക്കലും പല ആൾക്കാരും ലൈക്ക് ഐ കോച്ച് എ ലോട്ട് ഓഫ് ലേഡീസ്. അപ്പോൾ അവർ വന്ന് പറയും മാം എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, മക്കളുണ്ടായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അതൊരു എക്സ്ക്യൂസ് ആണ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയ സോണിലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മക്കൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. It's just about finding the right balance between your work and family. Our balance is very important. And that's നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. How much time will you put for your business? How much time do you need for your family? Family വരുമ്പോൾ family only. വർക്കിന് പോകുമ്പോൾ വർക്ക് only. രണ്ടും മിക്സ് ചെയ്യാണ്ട് ആ ഒരു റൈറ്റ് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ I don't think there is stopping any lady from becoming whatever she wants to become. ഇതുവരെയുള്ള മാമിൻ്റെ അനുഭവത്തിൽ ഏറ്റവും മികച്ച പാരന്റ് ആരാണെന്ന് ചോദിച്ചാൽ മാം എന്ത് പറയും? ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ പറയുള്ളൂ. ബിക്കോസ് അവർ ദേ ആർ ദ റീസൺ. എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഐ ഹാവ് ബീൻ ബ്രോട്ട് അപ്പ് ബൈ വെരി സ്ട്രോങ് ആൻഡ് എംപവർഡ് പേരൻസ്. ഇൻ സ്പെസിഫിക് എൻ്റെ അച്ഛൻ ആക്ച്വലി എൻ്റെ ഒരു ഹീറോ ആണ്. സോ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ടീൻസിൽ ഫോർ ഓൾ ഗേൾസ് നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരു വളരെ സ്പെഷ്യലായ ഒരു മെയിൽ നമ്മൾ നോക്കണ ഒരാൾ. സോ ആ ഒരു സമയത്ത് ഞാൻ വളരെ ഒബീസ് ആയിരുന്നു, ലൈക്ക് 90 ഓർ സംതിങ്. ആൻഡ് എനിക്ക് വളരെ ലോ സെൽഫ് എസ്റ്റീം ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും അത് പേരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ റാൻഡംലി എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ഒരു ദിവസം ന്യൂസ് പേപ്പർ, ഞാൻ UAE ജനിച്ചു വന്നത്, അപ്പോൾ അച്ഛൻ ന്യൂസ് പേപ്പർ തുറന്നിട്ട് പറഞ്ഞു അമ്മു ന്യൂസിലുണ്ട്, ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ദാറ്റ് പീപ്പിൾ അഡ്മയർ വിമൻ ഹു ആർ ഫാറ്റ്, അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റായിട്ട്. പക്ഷെ ഐ റിമെമ്പർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കലും ന്യൂസ് പേപ്പർ പോയി നോക്കുകയൊന്നും ചെയ്തില്ല. ബട്ട് ദാറ്റ് റിയലി മേഡ് മീ ഫീൽ ലൈക്ക് ഓക്കെ ഐ ആം ഓൾസോ അക്സെപ്റ്റഡ്. ഫ്രം ദെയർ ഓൺ എൻ്റെ അച്ഛൻ്റെ ഒരു റോൾ എൻ്റെ ലൈഫിൽ ഹാസ് ബീൻ ഹ്യൂജ്. ഇന്ന് അച്ഛനില്ല ആൻഡ് ഐ എം ഷുവർ ദാറ്റ് മോളിൽ നിന്ന് ഹീസ് വെരി ഹാപ്പി ഓഫ് ദ പേഴ്സൺ ഐ ഹാവ് ബിക്കം ആൻഡ് ഐ ഹോപ്പ് ഹീസ് വെരി പ്രൗഡ് ഓഫ് മീ. ബട്ട് the people that I would look up to as perfect parents are my parents and I'm very thankful that I'm born to them. ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിബിൾ ആൻഡ് ഇമ്പോസിബിൾ ഇസ് ലൈസ് ഇൻ യുവർ ഡിറ്റർമിനേഷൻ. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന അശ്വതി മാം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. മാം യു മെയ്ഡ് എവറിത്തിങ് പോസിബിൾ. ഇത്രയും സമയം, നിങ്ങളുടെ വാല്യുബിൾ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഗ്രേസിങ് ദിസ് മൊമെൻറ്റ്. Thank you so much, ma'am. Thank you. I enjoyed our conversation. I enjoyed the conversation. Thank you. Thank you so much.